അതേസമയം MLA-ക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സമരക്കാർ. സ്ത്രീകളടക്കം സ്ത്രീകളോട് വരെ മോശമായി പെരുമാറി എന്നുള്ളതാണ് ഈ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കുടിവെള്ളം മലിനമായതോടെ 2 വർഷമായി ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെയാണ് കരിയാട് എന്ന സ്ഥലത്ത് MLA-യും ഒപ്പം തന്നെ നമുക്കറിയാം ആ സമരക്കാരും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നടന്നത്. MLA പ്രതികരിക്കുകയുണ്ടായി. അതായത് അതിൽ തനിക്ക് പരാതിയില്ല, കേസില്ല എന്നതൊക്കെ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സമരക്കാരോട് സംസാരിക്കാം. ചേച്ചി, എന്താ ശരിക്കും സംഭവിച്ചത്? സമാധാനപരമായിട്ടാണ് MLA വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മളെ MLA വന്നിട്ട് ഒരാളെ പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്, എന്താ നിങ്ങൾ എന്നെ പ്രതിഷേധിക്കുന്നതല്ല, എൻ്റെ അടുത്ത് എന്താ നിങ്ങൾക്ക് പറയാനുള്ള ഒന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. സ്ത്രീകളെ ശരീരത്തിൽ വരെ കൈവച്ചു. സ്ത്രീകളല്ലേ ഡയാലിസിന്റെ മലിനജലത്തിന്റെ പ്ലാന്റിലുള്ള അതേ കണ്ടൻസ് നമ്മൾ TDS-ഉം കോളിഫോമും ഈക്കോളിയും പിന്നെ എന്തൊക്കെ ഓയിൽ, ഗ്രീസ് അങ്ങനത്തെ എല്ലാം നമ്മളെ കിണറിലുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കണ്ടാലറിയാം 25 പേർക്കെതിരെയാണ് കേസ് എടുത്തത്. ചേട്ടാ, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നടപടിക്രമം ഇതിന്? ഞങ്ങൾ എന്ത് തന്നെയായാലും ഈ ഡയാലിസിന് നമ്മൾ എതിരല്ല. പക്ഷേ ഇവിടുത്തെ ഈ വെള്ളം നന്നാകുന്നവരെ അടച്ചു പൂട്ടുക, അല്ലെങ്കിൽ ആ ഡയാലിസിൽ അതിന് വേണ്ട ടാങ്കുകൾ വെച്ചിട്ട് ഫെസിലിറ്റി വെച്ചിട്ട് ആ ടാങ്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് 2.5 വർഷം കൊണ്ടാണ് 13 കിണറായത്. ഇനിയും പോവുകയാണെങ്കിൽ അത് 10-20 കിണറായിട്ട് മാറും. കൊച്ചു മക്കളുണ്ട് മുന്നിൽ, അവരെടുത്ത് വാഹനം നിർത്തുകയും ചെയ്തിട്ട് പിടിച്ച് തള്ളിയിട്ട് സ്ത്രീകളെ പുറത്ത് തള്ളുന്ന വീഡിയോ ഉണ്ട്. അയാൾ പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കൂല, എനിക്ക് കേസൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പം അവൻ്റെ സ്വമേധയാ കേസ് എടുത്തിട്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെയാലും ഞങ്ങൾ അയാളുടെ പേരിൽ കേസ് കൊടുക്കാനാണ് തീരുമാനം. MLA-ക്കെതിരെ പരാതി നൽകാൻ ശുചിത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുറ്റി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സമരക്കാർ. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.